ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹേഷും ഇഷിതയും കൂടി ആദിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സുജി വക്കീൽ മഹേഷിനെ വിളിക്കുന്നുണ്ട് ഓഫീസിലേക്ക് സംസാരിക്കാനായിട്ട്. മഹേഷ് പോകുമ്പോഴേക്കും സുജി ചോദിക്കുന്നുണ്ട്, മഹേഷ് ഞാൻ തന്ന പെറ്റീഷൻ വായിച്ചു നോക്കിയായിരുന്നോ? അതെല്ലാം ഓക്കെ ആണല്ലോ അല്ലെ? എല്ലാം ഓക്കെ ആണ് അല്ല, അതിൽ തിരുത്തലൊന്നും ഇല്ലല്ലോ? ഇല്ല. ആദിയെ ശരിക്കും ആകാശ് ഉപദ്രവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പക്ഷെ എന്റെ മോൻ അതൊന്നും എന്നോട് പറയാറില്ല. അവന്റെ അനിയത്തിയെടുത്താണ് ആ കാര്യങ്ങളൊക്കെ പറയണത്. അവന് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ അയാളുടെ കൂടെ നിൽക്കുമായിരുന്നു. ആദിക്ക് അന്നൊന്നും കള്ളത്തരം അറിയില്ലായിരുന്നു. ആകാശിന്റെ ഉള്ളിലിരിപ്പ് അറിയില്ലായിരുന്നു. പിന്നീടാണ് എന്റെ മോന് സത്യങ്ങളൊക്കെ മനസ്സിലായത്. ഇപ്പൊ അവൻ എവിടെ വേണമെങ്കിലും പറയും അവന്റെ ഡാഡിയുടെ കൂടെ നിന്നാ മതിയെന്ന്. അല്ല, നമുക്ക് എന്തായാലും അനുകൂലമായിട്ടാണ് ഈ കേസിന്റെ വിധി വരാൻ ചാൻസ്. അങ്ങനെയാണ് ഇതിന്റെ പോക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്റെ മോനെ വേണം സുജി. വേറൊന്നുമല്ല, എന്റെ മോൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവിടെ. ഇത്രയും നാള് അവൻ അവന്റെ മമ്മീനെ വിചാരിച്ച് മാത്രമാണ് അവിടെ നിന്നത്. അല്ല മഹേഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവസാന നിമിഷം മമ്മിയുടെ കൂടെ പോയാൽ മതി ആദ്യം എങ്ങാനും പറയോ? അല്ല, കോടതി അവന്റെ മൊഴിയെ കാര്യത്തിലെടുക്കുള്ളൂ. അവൻ പറയുന്നതേ കോടതി വിലക്കെടുക്കുള്ളൂ എന്ന് പറയുമ്പോ മഹേഷ് പറയണ്ടേ, അവനൊരിക്കലും അങ്ങനെ പറയില്ല. മുമ്പാണെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞാനെ. പക്ഷെ രജനി ഇപ്പൊ എന്താണെന്നും ആകാശ് എന്താണെന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഒരിക്കലും അവൻ അങ്ങനെ പറയില്ല. അപ്പൊ എന്തായാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ ആദ്യ സംസാരിക്കണത് അത് മാത്രമേ കോടതി മുഖവരിക്കെടുക്കുള്ളൂ. പിന്നെ ആകാശിനെതിരെയുള്ള കുറെ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ. പിന്നെ മഹേഷിന്റെ ആദ്യ ഭാര്യ രചന ആകാശിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിലും ആകാശിന്റെ കൂടെ ഭാര്യയായിട്ടല്ല ജീവിക്കണത്. അതും നമുക്ക് അനുകൂലമായിട്ട് വരാനാണ് ചാൻസ്. എന്തായാലും നാളെ കോടതി കൂടുമ്പോ ആദീന ഒന്ന് രാവിലെ തന്നെ മഹേഷ് വിളിക്കണം. എന്നിട്ട് അവന് ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കണം. മിക്കവാറും നാളെ മഹേഷ് അറിയാതെ ആദീന രചന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വലയിൽ വീഴ്ത്താൻ ചാൻസ് ഉണ്ട്. അതായത് എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഞാൻ ചത്തു കളയോന്നോ, ഞാൻ മമ്മീനെ നീ കാണില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അതുണ്ട് സുജി, ഉറപ്പായിട്ടുമുണ്ട്. ഇതിനു മുമ്പ് പലവട്ടം എന്റെ മോൻ എന്റെ കൂടെ വരാൻ നിന്നതാണ്. ആ സമയത്തെല്ലാം തന്നെ രചന ഞാൻ മരിക്കും, ഞാൻ ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് ആദിനെ പിടിച്ചു നിർത്തുമായിരുന്നു അവിടെ. അതന്നെയാ ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണമെന്ന്. എന്തായാലും നാളെ ആദി കോടതിയിൽ വരുന്നുണ്ടെങ്കിൽ മഹേഷിന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും എന്ന് പറയാണ്. താങ്ക് യു, എനിക്കും നല്ല പ്രതീക്ഷയുണ്ട് എന്ന് മഹേഷ് പറയണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആദിയുടെ അടുത്ത് രചന പറയുന്നുണ്ട്, മോനെ ആദി, ദേ കോടതിയിൽ ജഡ്ജി മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കും. ദേ മോൻ മമ്മിയുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. മോൻ കൂടെ ഇല്ലെങ്കിൽ മമ്മി മരിച്ചു പോകും, ചത്തുപോകും എന്നൊക്കെ പറയാണ്. അത് കേട്ട് ആകാശ് പറയണ്ട്, മോനെ നോക്ക്, ആകാശങ്ങളിൽ അറിയാലോ, ആകാശങ്ങൾ പാവല്ലേ. ഇടക്ക് മോനെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ അത് മോന്റെ നല്ലതിനെ വേണ്ടിയിട്ടല്ലേ. നോക്ക്, ആകാശങ്ങളിലെ മമ്മീനെ ചതിക്കല്ലേ. മോന്റെ മമ്മി ഇത്രയും കാലം ജീവിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ? മോനെ വേണ്ടിയിട്ടാ. അതുകൊണ്ട് മോനെ, ദേ കോടതിയിൽ വക്കീല് അങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിക്കും. മോൻ പറയണം മോന്റെ മമ്മിയുടെ കൂടെ നിന്നാ മതി എന്ന് പറയണം. കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റവും അങ്കിളെ എന്ന് ആദ്യം പറയാണ്. അപ്പൊ രചനക്കും സന്തോഷാവുന്നുണ്ട്. ഇവൻ എന്തായാലും തിരിച്ചു മറിച്ചും ചോദിച്ചാലും മമ്മിയുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറയുള്ളൂ എന്ന് തോന്നണേ. സമാധാനം എന്നൊക്കെ പറഞ്ഞിട്ട് രചന ഇങ്ങനെ നിൽക്കാട്ടോ. അങ്ങനെ കോടതി കൂടുന്ന സമയത്ത് എല്ലാവരോടും ഉണ്ട് ആദ്യനെ പ്രതിക്കൂട്ടി നിർത്തിയേക്കണത്. ആദ്യടുത്ത് വക്കീൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രചന അവിടെ നിന്ന് കയ്യും കലാശവും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മോനെ കൈ വിടല്ലേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യും കലാശവും ഒക്കെ കാണിക്കുന്നുണ്ട്. ആദ്യം ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ ജഡ്ജി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാണ്. അതിൽ ആദ്യം പറയുന്നുണ്ട്, എന്നെ ആകാശങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യമല്ല പലവട്ടം എന്ന് പറയുമ്പോ ആകെ ഷോക്കായി പോകാട്ടോ. എടി രചന, നിന്റെ മോൻ ചതിച്ചല്ലോടി എന്ന രീതിയിൽ. അപ്പൊ തന്നെ രചന എടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാട്ടോ. അതിനുശേഷം ആദ്യം പറയണ്ട് ജഡ്ജി എടുത്ത്, ഞാൻ എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ക്ഷമിച്ചും സഹിച്ചു നിന്നത്. പക്ഷെ ആകാശങ്ങൾ ചീത്ത ആളാണ്. ആകാശങ്ങൾ ആരെ കൊല്ലാനും അതുപോലെ തന്നെ ഇതാക്കാനും ഒന്നും മടിക്കില്ല. ആകാശങ്ങൾ അങ്ങനത്തെ ഒരാളാണ്. ആകാശങ്ങൾ ചീത്തയാണ്. ആകാശങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം പല ക്രൂരതകളും ചെയ്യണം, എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ ആദ്യം ഇങ്ങനെ എണ്ണി കോടതി പറയണം. അപ്പൊ കോടതിക്ക് ആദ്യം പറയണത് സത്യമാണെന്ന് മനസ്സിലാവാണ്. അപ്പൊ ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഈ കേസിന്റെ വിധി പറയുമെന്ന് കോടതി ഇങ്ങനെ പറയാട്ടോ. ആ സമയത്ത് നമ്മുടെ ആദീനെ കൊല്ലാക്കൊല ചെയ്യാണ് രചന. എടാ കുരുത്തം കിട്ടവനെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ എന്നെ ചതിച്ചു അല്ലേടാ അവസാന നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ട് ആദീനെ അടിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നു കേട്ടോ. അത് കാണുന്ന മഹേഷ് അവിടേക്ക് വന്നിട്ട് ഇടപെടാണ്. നോക്ക്, എന്റെ മോൻ അവൻ ഇഷ്ടപ്പെട്ട അവരുടെ കൂടെയാണ് ജീവിക്കാൻ പോണത്, അവരുടെ ഡാഡിയുടെ കൂടെയാണ്. അല്ലാതെ ഞാൻ മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മോൻ നല്ല അറിവെത്തുമ്പോ വിവരെത്തുമ്പോ അവൻ ഡാഡിനെ അന്വേഷിച്ച് എന്റെ കൂടെ വരുമെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ. എടി ആരെങ്കിലും നിന്റെ കൂടെ നിക്കോടി. നീ മറ്റേ ആകാശിന്റെ കൂടെ നിൽക്കണത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം.
മുമ്പ് എന്റെ മോൻ അത് അറിയില്ലായിരുന്നു, പക്ഷെ എന്റെ മോനെ ഇപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. നിനക്കതറിയില്ലേ? പിന്നെ നീയും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നീയും വേറെ ആരെങ്കിലും തോളിൽ കയറിക്കോ, അല്ലെങ്കിൽ വയസ്സാം കാലത്ത് നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നെയും കോടതി കൂടാണ്. കോടതി കൂടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കോടതി ഇവരിന്ന് സംസാരിച്ചതൊക്കെ തന്നെ റെക്കോർഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജഡ്ജി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് സമയം സാവകാശം തന്നിരുന്നല്ലോ, ആ സമയത്ത് നിങ്ങൾ സംസാരിച്ചതും ചെയ്തതൊക്കെ തന്നെ ഞാൻ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഈ കേസിൽ രചന, ആകാശ് എന്നിവരാണ് തെറ്റ് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ആദിക്ക് താല്പര്യം മഹേഷ് ആയിട്ടുള്ള അയാളുടെ ഡാഡിയുടെ കൂടെ നിൽക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹേഷിന്റെ കൂടെ തന്നെ ആദിനെ വിടാൻ വേണ്ടി ഈ കോടതി ഉത്തരവിടാണ് എന്ന് പറയാണ്. അതൊക്കെ മഹേഷിന് ഭയങ്കര സന്തോഷമാണ്. രചന അവിടെ തളർന്ന് കിടന്നു പോകുക കേട്ടോ. അതായത് കുഴഞ്ഞു വീണ് പോണ പോലെ അങ്ങനെ വീണ് പോവാണ്. ആദിക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ചെറിയൊരു വിഷമവും ആവുന്നുണ്ട്. അതിനുശേഷം ആദിയുടെ അടുത്ത് മഹേഷ് പറഞ്ഞു, മോൻ വിഷമിക്കേണ്ട, മോന്റെ മമ്മി ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് അവൾ അനുഭവിക്കുന്നത്. അത് മോൻ അനുഭവിക്കണമെന്ന് ഒന്നുമില്ല. അതുകൊണ്ട് മോൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നോക്ക്, നിനക്കിപ്പോ നിന്റെ അനിയത്തിയുണ്ട്, നിന്റെ ഡാഡി ഉണ്ട്, യശിതാമ്മയുണ്ട്, ഇനി ഒരു കുഞ്ഞുവാവയും കൂടി വരാൻ പോവാണ്. നീ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നും ഇപ്പൊ വിചാരിക്കണ്ട. പിന്നെ നീ നഷ്ടപ്പെട്ട രചന മരിച്ചു കളയും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ വെറുതെയാ മോനെ. അവൾ ഒരിക്കലും അങ്ങനെ മരിക്കില്ല. അവളെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാ. അതുകൊണ്ട് അവള് മരിക്കാൻ പോണമെന്നില്ല. അതോർത്തിട്ട് എന്റെ മോൻ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ സമാധാനിപ്പിക്കുകയാണ് മഹേഷ് കേട്ടോ. അങ്ങനെ അതിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ മഹേഷ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അതിനു മുമ്പ് നാളത്തെ പ്രൊമോയിൽ വേറൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ഇഷിതക്ക് വയറുവേദന എടുത്തിട്ട് പെടഞ്ഞ് കരയാണ്. അത് കാണുമ്പോഴും നമ്മുടെ മഞ്ജുവ പറയണത്, ഓ ഇത് അഭിനയമാണ്, ഇത് ഗ്യാസ് ആണ് എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇഷിതക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, വേറെന്തോ പ്രശ്നമാണ്. ഇനി മഞ്ജിമയുടെ എന്തെങ്കിലും കൂടോത്രമാണോന്നും പറയാൻ പറ്റില്ല. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇഷിതക്ക് വയറിന് എന്തോ പറ്റുന്നത് പോലെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ പോലെയും പിന്നെ മഞ്ജിമനെ കൊടുക്കാൻ വേണ്ടി അജിത്ത് പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അജിത്തിന്റെ ഉദ്ദേശം വേറൊന്നല്ല, മഞ്ജിമനെ കുറച്ച് നാളോ ഒന്ന് ഉപയോഗിക്കുക, ശേഷം അവരുടെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുത്തിട്ട് അവളെ ഭീഷണിപ്പെടുത്തി പൈസ തട്ടുക. അത് മാത്രമാണ്. അയാൾ ഒരുപാട് പെണ്ണുങ്ങളെ ചതിച്ചൊരു ഒരാളാണ്. ഇന്ന് തന്നെ പറഞ്ഞ രേഷ്മ എന്ന പെണ്ണ്, ആ പെണ്ണിനെ അയാൾ ചതിച്ചതാണ്. അപ്പൊ അതും കൂടി കാണിക്കും കേട്ടോ. എന്തായാലും മഞ്ജിമ കുടുങ്ങിയിരിക്കുന്നത് നല്ല ഉഗ്രം കെണി തന്നെയാണ്. പിന്നെ ഈ കെണിന്ന് മഞ്ജിമയെ രക്ഷിക്കാനും ഇഷിത തന്നെ വേണ്ടി വരും, അതുറപ്പാണല്ലോ. പിന്നെ മാധവിന്റെ ലയയുടെയും കാര്യം, മാധവ് ഇപ്പൊ നല്ല സ്വഭാവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലയ അതെ അതിനൊത്തു തന്നെ നിൽക്കുന്നുണ്ട്. അവരും അങ്ങനെ നല്ലൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ഇന്നുടനെ തന്നെ ഒരു കുഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ രീതിയിലേക്കാണ് എപ്പിസോഡ്സിന്റെ പോക്ക്. എന്തായാലും ആദി ഇഷിതയുടെ മഹേഷിന്റെ കൂടെ എത്താൻ പോണത് തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ആകാശിനെതിരെയുള്ള കേസും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. സുമിയുടെ കൊലക്കേസ് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.